ഹായ് ഡേയ്സ്, വെൽക്കം ബാക്ക് ടു ദേവ്സ് ക്രിയേഷൻസ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കടലാസ് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കമ്പുകൾ മുറിച്ച് നടണം. അതായത് നമുക്ക് കമ്പ് വേര് പിടിപ്പിക്കണം. അതിന് ഏറ്റവും എളുപ്പത്തിലുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലരും പിന്നെ ഇങ്ങനെ ചോദിക്കുന്നതാണ് നമ്മൾ പല മെത്തേഡ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഹൈബ്രിഡും നാടൻ വെറൈറ്റി ഒക്കെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ നല്ല പൂക്കളൊക്കെ കൊഴിഞ്ഞ് നല്ല കമ്പ് നോക്കി സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു ചെടി തന്നെ കുറേ കളറുകൾ വരുന്ന ടൈപ്പ് പൂക്കൾ ഉണ്ടാകുന്ന മൾട്ടി കളറായിട്ട് വരുന്ന ഒരു ചെടിയാണ്. അതിൽ നിന്നാണ് നമ്മൾ കുറച്ച് കമ്പ് എടുക്കണേ. അതുപോലെ നമ്മൾ വേറെ ഹൈബ്രിഡിൽ നിന്നും അതുപോലെ നല്ല നാടൻ വെറൈറ്റിയിൽ നിന്നൊക്കെ നമ്മൾ കമ്പുകൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് കമ്പ് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. പലർക്കും ചെടി വളർത്താൻ ഇഷ്ടമാണെങ്കിലും കമ്പ് നട്ടാൽ വേര് പിടിക്കുമെന്ന് ചിലവർ പറയാറുണ്ട്. അങ്ങനെ വേര് പിടിക്കാറില്ല, ഹൈബ്രിഡൊക്കെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പിടിക്കാറില്ല, പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നു, പൊടിപ്പൊക്കെ വരും. പക്ഷെ നമ്മൾ എടുത്തു കഴിഞ്ഞ് പൊടിച്ച് കഴിഞ്ഞ് നമ്മൾ വേറെ നടാൻ വേണ്ടി നിൽക്കുന്ന സമയത്തൊക്കെ ഉണങ്ങിപ്പോകുന്നു. അങ്ങനെ കുറേ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. കടലാസ് ചെടി എന്നത് അലങ്കാര ചെടിയായും തോട്ടങ്ങളിലും വീടുകളുടെ മുൻവശങ്ങളിലൊക്കെ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ ചൂടും വെളിച്ചവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. കുറച്ച് വെള്ളം മാത്രം മതി ഇതിന്. കമ്പ് നടൽ വഴി വളരെ എളുപ്പത്തിൽ വർദ്ധിക്കാവുന്ന ചെടിയുമാണ്. അപ്പോൾ നമുക്ക് കമ്പ് നട്ടുകെട്ട് ഇഷ്ടം പോലെ ചെടി വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഹൈബ്രിഡ് ആണെങ്കിലും നാടൻ വെറൈറ്റിയൊക്കെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് പോലും ഇത് വളർത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതായത് നമ്മൾ വേര് പിടിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാന ഘട്ടം എന്ന് പറയുന്നത് ശരിയായ കമ്പ് തിരഞ്ഞെടുക്കലാണ്. നമുക്ക് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ആരോഗ്യമുള്ള ചെടിയിൽ നിന്ന് മാത്രം കമ്പെടുക്കുക. അതായത് രോഗം, കീടാക്രമണം, പാടുകളൊന്നും ഇല്ലാത്ത നല്ല രീതിയിലുള്ള കമ്പായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു പെൻസിലിൻ്റെ കനം വേണം. അല്ലെങ്കിൽ നമുക്ക് 6 മുതൽ 8 ഇഞ്ച് വരെയുള്ള നീളവും നല്ലതാണ് കേട്ടോ. പിന്നെ ഹൈബ്രിഡൊക്കെ ആകുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു കമ്പുകൾ സെലക്ട് ചെയ്തെടുക്കാം. അത് പെട്ടെന്ന് പൊടിച്ച് കിട്ടും. പച്ചയും വളരെ മൃദുവായ കമ്പ് എടുക്കരുത്. അതുപോലെ തന്നെ വളരെ പഴകിയ കമ്പും ഒഴിവാക്കുക. അതായത് തീരെ പച്ചച്ചിരിക്കത്തില്ലേ, മൂത്ത് വരുന്ന ടൈപ്പ്, അധികം മൂക്കാത്ത ടൈപ്പ് അങ്ങനെ എടുക്കാതെ കുറച്ച് മൂത്തിട്ട് എന്നാൽ അധികം മൂത്ത് ഒരു ബ്രൗൺ കളറിലോട്ട് പോകാത്ത രീതിയിലുള്ള കമ്പെടുക്കാം. പച്ചയും വളരെ മൃദുവായിട്ടുള്ള കമ്പെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസം നമുക്ക് കടലാസ് ചെടിക്ക് പ്രൂണിങ്ങും കൊടുക്കാം. അതുപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് നല്ല സമയമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ പലരും വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൂൺ ചെയ്യുന്ന രീതികൾ നോക്കാം. നമ്മൾ ചെടിയിൽ മുറിച്ച് കഴിയുമ്പോൾ ഇതേ പൂക്കളെല്ലാം വാടി അത്യാവശ്യം പൂക്കളെല്ലാം പോയ ഒരു കമ്പ് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഹൈബ്രിഡ് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈബ്രിഡിൻ്റെ കമ്പുകളിലൊക്കെ ഇത്തിരി നമുക്ക് കട്ടിക്കുറവാണ്, എന്നാലും നമുക്കിത് പെട്ടെന്ന് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പൂക്കളുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെ കളറാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാത്തിൻ്റെയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും നമുക്ക് ഇലകളെല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ പൊടിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിച്ച് കിട്ടും കേട്ടോ. ഇത് നമ്മൾ 2 വീഡിയോയ്ക്ക് മുന്നേ ഇട്ടൊരു വീഡിയോ ആണ്. ഇത് ഏകദേശം കുറച്ച് പ്രായമായിട്ടുള്ളൂ, കാരണം നമ്മൾ കമ്പ് പൊടിപ്പിച്ചതാണ്. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇതുപോലെ നോക്കി, ഇതിൽ 4 കമ്പ് നട്ടിട്ട് അതിൽ ഒരൊറ്റ കമ്പേ പൊടിച്ചിട്ടുള്ളൂ. ബാക്കി 2, 3 കമ്പും ഇത് ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നടുന്ന കമ്പുകളൊന്നും ഫുൾ പിടിക്കണമെന്നില്ല, ചിലത് നമ്മൾ പിടിക്കുകയുള്ളൂ. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഇലകൾ, ഇതുപോലെ പൂക്കളുണ്ടായ കമ്പുകളൊക്കെ ഇല്ലേ, അത് ആദ്യം നീക്കം ചെയ്യുക. താഴെയുള്ള ഇലകൾ മുഴുവനും നീക്കം ചെയ്യണം കേട്ടോ. മുകളിലൊരു ഇല അല്ലെങ്കിൽ 2 ഇലയും വെക്കാൻ നമുക്ക് കുഴപ്പമില്ല. അതുപോലെ മുറിച്ച കമ്പ് 5 മുതൽ 15 മിനിറ്റ് വരെ തുറന്ന വായിൽ വെച്ച് ഉണക്കണം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ അടിഭാഗത്ത് ആ ഒരു ഭാഗം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതുപോലെ ഇങ്ങനെ മുള്ളുള്ള ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. കാരണം നമ്മൾ കവർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കവറിൽ ഇപ്പോൾ നമ്മൾ ഐസിങ് മെത്തേഡാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് തുളഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആവി കറക്റ്റ് ആ ഒരു ഹ്യൂമിഡിറ്റി പുറത്തോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് മുള്ളും കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് വെക്കാം. ചിലവർ ഇലകൾ മൊത്തമായിട്ട് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇലകൾ വെക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ചെടിയിലോട്ട് മൊത്തം കിടക്കും. പിന്നെ അതിന് ചോട് മൊത്തം വൃത്തികേടാവും. അപ്പോൾ അതിൽ നല്ലത് ഇലകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് 1-2 ഇലകൾ മാത്രം നമ്മൾ മുകളിൽ വെച്ചാൽ മതി. പിന്നെ അടിഭാഗം കട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ബ്ലേഡ് വെച്ച് നമുക്ക് പോയിൻറ്റഡ് ആയിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നേർത്ത കമ്പുകളാണെങ്കിലും നെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇത് നല്ല വെറൈറ്റിയാണ് കേട്ടോ. നല്ല പൂവിൻ്റെ ഒരു പ്ലാന്റാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും.
ഇത് ശ്രദ്ധിക്കണം, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നല്ല മൂർച്ചയുള്ള കത്രിക വെച്ചിട്ട് തന്നെ ചെരിച്ച് കട്ട് ചെയ്യുക കേട്ടോ. 1-2 പ്രാവശ്യം ഇങ്ങനെ കട്ട് ചെയ്ത് നല്ലോണം മുറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ആ അടിഭാഗം ഇങ്ങനെ വല്ലാതെ ആയിപ്പോവും, അപ്പോൾ പിടിക്കില്ല. അപ്പോൾ കറക്റ്റ് ലെവലിൽ തന്നെ ചെരിച്ച് കട്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ നമുക്ക് ആവശ്യത്തിലധികം കമ്പുകൾ ഇതുപോലെ എടുക്കാം. അപ്പോൾ ഈ ഒരു സീസണിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കടലാസ് ചെടി കൂടുതലുണ്ട് എങ്കിൽ, എവിടെന്നെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചോ. നമ്മൾ കടയിൽ നിന്ന് റൂട്ടിംഗ് ഹോർമോൺ മേടിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് കമ്പുകൾ നിങ്ങൾ ശേഖരിച്ചിട്ട് ആവശ്യത്തിലധികം നിങ്ങൾക്ക് നട്ട് വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞ് വേര് പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമുക്ക് നട്ട് വളർത്തിയെടുക്കാം. ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൈസ കൊടുത്ത് ഒരു ഹൈബ്രിഡ് ചെടി മേടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പൈസയും. അപ്പോൾ നമ്മളൊരു പ്ലാന്റിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ കമ്പുകൾ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. ഒരു 1-2 മാസം കൊണ്ട് അത്യാവശ്യം ഉണ്ടാവുന്നതിൽ പൂക്കളോട് തന്നെ പൂക്കളും ഉണ്ടാവുകയും ചെയ്യും. കമ്പിൽ തന്നെ പെട്ടെന്ന് പൂക്കളും വരും. അപ്പോൾ നമ്മൾ ഇത്രയും കമ്പുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിഭാഗം എല്ലാം ചെരിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തോരം പ്ലാന്റ് ഇടും അതനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മെത്തേഡ് കാണിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് കേട്ടോ. ആ പ്ലാസ്റ്റിക് കുപ്പി ഇതുപോലെ അടിഭാഗം ജസ്റ്റ് ഒരു 1-2 തുള ഇട്ടതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മണൽ, അതുപോലെ സാധാ മണ്ണ്, കുറച്ച് ചകിരിച്ചോറ് അല്ലെങ്കിൽ കമ്പോസ്റ്റ് എന്തെങ്കിലും ചേർത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മണൽ കുറച്ച് മണ്ണ് മാത്രമായാലും മതി, ഓവർ വളമൊന്നും വേണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് മിക്സ് ചെയ്ത് നമ്മൾ വെക്കുകയാണിട്ട്. അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ കവർ ചെയ്ത് വെച്ച സാധനം നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്ത് പൊടിപ്പിക്കാൻ വെച്ചേക്കണത് അതൊരു 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങളിങ്ങനെ കവറിട്ട് വെക്കണ ഒരു ചെടിയാണെന്ന് ചെയ്യണമെങ്കിൽ നമ്മളൊരു 10 ദിവസം കഴിയുമ്പോഴേക്കും നമ്മളൊരു ജസ്റ്റ് ഒരു ഹോളിട്ട് ചെറിയൊരു ഹോളിട്ട് കൊടുക്കണം കേട്ടോ. അതങ്ങനെ ചെയ്താൽ പെട്ടെന്ന് പൊടിച്ച് വരാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ കുറച്ച് പോട്ടി മിക്സ് നമ്മളൊരു ബോട്ടിലിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇത് ഏറ്റവും എളുപ്പത്തിൽ പൊടിച്ച് കിട്ടാനുള്ളൊരു മെത്തേഡ്. അതിനകത്ത് നമുക്ക് എത്ര കമ്പ് വേണമെങ്കിലും നട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 3-4 കമ്പുകൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ കമ്പുകളാണ്, നല്ല നേർത്ത കമ്പുകളൊക്കെയാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം. അതപ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ വേര് വന്നെന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ വേര് നല്ല രീതിയിൽ വന്നതിന് ശേഷം മാത്രം നമുക്ക് നല്ല ഇലകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് പ്ലാന്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഇത് പുറത്തോട്ട് എടുത്തിട്ട് നടന്ന് വീഡിയോ കാണിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ നടന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇതൊരു മെത്തേഡ് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നോക്കിക്കേ, ഞാൻ അതുപോലെ കമ്പുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടപ്പ് വെച്ച് നല്ല രീതിയിൽ അടയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 കമ്പോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലും സ്റ്റിക്കർ വെച്ചിട്ട് ചുറ്റും അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മളിത് മുറിച്ച് വെച്ചതിന് ശേഷം നമ്മൾ മുറിച്ച് കമ്പൊക്കെ നട്ടതിന് ശേഷം നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടിയിൽ ഹോളുള്ളതുകൊണ്ട് വെള്ളം അങ്ങ് ഒലിച്ച് പൊക്കോളും. ഈ ഒരു വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നമ്മൾ മറ്റേ കവർ വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ കവറിൻ്റെ ഉള്ളിൽ വെള്ളം തളിച്ചിട്ട് നമ്മൾ വെക്കും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നനച്ച് കൊടുത്താൽ മതി. ഈ ഒരു നനവും കൊണ്ടാണ് നമ്മുടെ ആ ഒരു ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് വേരുകൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. മറ്റു ചട്ടിയിലൊക്കെയാണ് നമ്മൾ പറിച്ചെങ്കിൽ വേര് എടുക്കുമ്പോൾ പെട്ടെന്ന് വേര് വരാനുള്ള ചാൻസൊക്കെ കുറവായിരിക്കും, വേര് വരാൻ സമയമെടുക്കും. അപ്പോൾ ഇതിനകത്താകുമ്പോൾ പെട്ടെന്ന് വേര് വരികയും ചെയ്യും. നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേറെ പോട്ടിലോട്ട് മാറ്റി നടാനൊക്കെ എളുപ്പം ഇങ്ങനൊരു മെത്തേഡ് ചെയ്താൽ. അപ്പോൾ നമുക്കൊരു 5-6 കമ്പൊക്കെ ഇതുപോലെ നട്ടു കൊടുക്കാം. ഇതുപോലെ സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ച് ഇതുപോലെ വെക്കുക. ഇനി നമുക്കൊരു 10, 15, 20 ദിവസത്തിന് ശേഷം കമ്പുകളൊക്കെ നല്ല രീതിയിൽ പൊടിച്ചു വരും. അപ്പോൾ ഏകദേശം 10-30 ദിവസം കൊണ്ടൊക്കെ വേരും വരും കേട്ടോ. അതിനുശേഷം നമുക്ക് മാറ്റാം. പിന്നെ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ കമ്പ് നടാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ആവശ്യമുള്ള കമ്പുകളെല്ലാം ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ എത്ര കമ്പുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അത്രയും കമ്പുകൾ നമുക്ക് ഒരു ചില്ലുകുപ്പിയിൽ ഇട്ട് വയ്ക്കാം. ഈ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഹൈബ്രിഡ് കമ്പുകളൊക്കെ പൊടിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് കുപ്പിയിൽ കുറച്ച് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ നാടൻ കമ്പുകളൊക്കെ പെട്ടെന്ന് പൊടിച്ച് കിട്ടും. ഒരു 10 ദിവസം കൊണ്ടൊക്കെ നമുക്ക് വേര് വരും, ചെറിയതായിട്ട് പൊടിച്ചു വരും. അപ്പോൾ ഹൈബ്രിഡ് കമ്പുകൾ ഇങ്ങനെ വെക്കുമ്പോൾ ചിലവർ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം ഇതുപോലെ വെള്ളത്തിലിട്ടതിന് വെച്ചതിന് ശേഷം ഇതിൻ്റെ കമ്പുകൾ എടുത്തിട്ട് നമ്മൾ അലോവേര ജെല്ലിൽ കുത്തി വയ്ക്കണം.
അതായത് തലേ ദിവസം രാത്രി ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് കമ്പുകൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അലോവേര ജെല്ലിൽ കുത്തി വെച്ചതിന് ശേഷം നമുക്ക് പ്ലാന്റ് ചെയ്യാം. അതായത് നമ്മുടെ പോട്ടി മിക്സിലേക്ക് നമ്മുടെ കമ്പുകൾ മുറിച്ച് നട്ടു കൊടുക്കാം. അതായത് നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് നമ്മൾ ഐസിങ് മെത്തേഡ് ചെയ്യത്തില്ല, ഇതുപോലെ കമ്പുകൾ വെച്ചിട്ട് നമുക്കിതുപോലെ കവർ ചെയ്ത് ഒരു 10 15 20 ദിവസം നമ്മളിതുപോലെ ഇത് തുറക്കാതെ ഇതുപോലെ നമ്മൾ അടച്ച് നല്ല രീതിയിൽ കെട്ടി വെയിലത്ത് നിന്ന് തണലത്തോട്ട് മാറ്റി വെക്കണം. ഈ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ ആറ്റാർവഴി ചെല്ലിൽ കുത്തിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് സാധാ കമ്പുകൾ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ അലോവേര ജെല്ലിൽ കുത്തി വെച്ചിട്ട് ഇതുപോലെ നടാം. അലോവേര ജെല്ലിൽ കുത്തി വെച്ചിട്ട് നമുക്ക് ബോട്ടിൽ നടാൻ പറ്റും. പിന്നെ നമുക്ക് അലോവേര ജെല്ല് ഇല്ലാതെ നമുക്ക് നടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് റൂട്ടിംഗ് ഹോർമോൺ മേടിക്കാൻ കിട്ടും. ഈ റൂട്ടിംഗ് ഹോർമോൺ മേടിക്കാൻ പറ്റിയില്ലാത്തവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നതാണ് കറ്റാർവാഴ ജെല്ല്. പിന്നെ അതുപോലെ നമ്മുടെ പട്ടയുടെ സിനമൺ പൗഡർ ഉണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. തേനിൽ നട്ടു കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി ജസ്റ്റ് അതൊന്ന് ടച്ച് ചെയ്തിട്ട് അത് കുറച്ച് നേരം ഇങ്ങനെ തൊടിച്ച് വെച്ചിട്ട് നമുക്ക് നട്ടു കൊടുക്കാം. ഇതൊക്കെ ഒരു റൂട്ടിംഗ് ഹോർമോണാണ്. ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നു കറ്റാർവാഴ ജെല്ല് അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് നട്ടു കൊടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഈ ഒരു മെത്തേഡൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഹൈബ്രിഡ് പ്ലാന്റ്സ് ഒക്കെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞോണം, നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്യുന്ന സമയത്ത് ഒരു 15 ദിവസം ആകുമ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കണം, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമ്മൾ മാറ്റി നടേണ്ടത് നല്ല രീതിയിൽ വേര് വന്ന ഒരു 30 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇലകളും അടിയിൽ നന്നായിട്ട് വേര് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വേറെ പോട്ടിലോട്ട് മാറ്റി നടാമുള്ളൂ. ചിലവർ അങ്ങനെ നടുന്ന സമയത്ത് ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ചട്ടി ആയാലും ചിലപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെയാണ് നടണമെങ്കിലും അടിയിൽ വെള്ളം പുറത്തിറങ്ങണ ചെറിയ തുള ഉണ്ടാക്കണം, അത് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ കമ്മിൻ്റെ താഴത്തെ ഭാഗം 2 മുതൽ 3 ഇഞ്ച് വരെയും മണ്ണിനുള്ളിലേക്ക് താത്തി നടണം കേട്ടോ. മണ്ണ് അല്പം അമർത്തി ഉറപ്പാക്കിയ ശേഷം നടണം. അല്പം വെള്ളം മാത്രം തളിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ നടുന്ന സമയത്ത് ചെറിയൊരു നനവ് മാത്രം മതി, ആ നനച്ചു കൊടുക്കുന്നത് മതി. പിന്നീട് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മണ്ണ് ഉണങ്ങുമ്പോൾ മാത്രം മറ്റുള്ള ചെടികൾക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും നമ്മളിതുപോലെ കമ്പ് നടാൻ വേണ്ടി വെച്ചേക്കണതിനകത്തേക്ക് അത് തുറന്ന് പിന്നെ വെള്ളം ഒഴിക്കാനൊന്നും നിൽക്കരുത്. പിന്നെ അതുപോലെ നമ്മുടെ ചെടിക്ക് നേരിട്ട് സൂര്യപ്രകാശം വേണ്ട. അതായത് നമ്മുടെ ഇങ്ങനെ വെക്കുന്ന ചെടിയെല്ലാം നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റി വെക്കണം. പക്ഷേ അവിടെ നമുക്ക് വെളിച്ചവും വായും കിട്ടുന്ന സ്ഥലമായിരിക്കണം കേട്ടോ. പക്ഷേ വെയിലൊന്നും അടിക്കാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല ഒതുങ്ങിയ സ്ഥലത്തോട്ട് നമ്മുടെ ഈ ഒരു ചെടി വെക്കാം. 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ കമ്പ് വേര് പിടിച്ചു തുടങ്ങും. 2-3 ആഴ്ച കഴിഞ്ഞാലൊക്കെ പുതിയ ഇലകളൊക്കെ നല്ല രീതിയിൽ വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു 10-30 ദിവസം കഴിയുമ്പോൾ വലിയ ചട്ടിയിലേക്കോ നേരിട്ട് മണ്ണിലോട്ടൊക്കെ മാറ്റി നടാം. പലരും ചെയ്യുന്ന തെറ്റുകൾ, ചില കമ്പ് പിടിക്കുന്നില്ലെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം നേരിട്ടുള്ള സൂര്യപ്രകാശത്തൊക്കെ നമ്മളിത് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് കൊണ്ടുവയ്ക്കും. പിന്നെ മണ്ണ് ഡ്രെയിനേജ് ഹോൾ ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ പറ്റുന്നതാണ് കമ്പ് പിടിക്കാത്തതിൻ്റെ കാരണം. അപ്പോൾ ശരിയായ രീതിയിൽ ചെയ്താൽ കടലാസ് ചെടി കമ്പ് പെട്ടെന്ന് പിടിപ്പിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസം കടലാസ് ചെടിക്ക് പ്രൂണിങ്ങും വളവും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സമയമാണ്. ഉണങ്ങിയ പൂക്കളെല്ലാം നമുക്ക് കമ്പുകളെല്ലാം മുറിച്ച് കൊടുക്കാവുന്നതാണ്.